എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ നമ്മുടെ മെഗാസ്റ്റാറിന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ്. GVMന്റെ സംവിധാനത്തിൽ മമ്മൂക്കയെ നായകനാക്കി ജനുവരി മാസം 23 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടി. നിലവിൽ 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ് സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 4 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 4 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 6,68,00,000ത്തിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ 3 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 4 ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 4.5 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 14 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ആദ്യ ദിവസം മുതൽ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിനേക്കാൾ മികച്ച കളക്ഷനാണ് ചിത്രത്തിന് വിദേശ രാജ്യങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ ഇപ്പോൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്ന് ഉച്ചയോടെ ചിത്രത്തിന്റെ വിദേശ രാജ്യ കളക്ഷനും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനും പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ജനുവരി മാസം 9 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ആസിഫ് അലി നായകനെത്തിയ സിനിമയാണല്ലോ രേഖാചിത്രം. ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനാക്കി ജനുവരി മാസം 9 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി. 2025 എന്ന ഈ വർഷത്തിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയ സിനിമ കൂടിയാണ് രേഖാചിത്രം. നിലവിൽ 18 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന രേഖാചിത്രം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 18 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആകെ 18 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 25 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം രേഖാചിത്രം എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 18 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 54 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ രേഖാചിത്രം എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഫൈനൽ കളക്ഷനായിട്ട് 60 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്തത് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് ലാലേട്ടനെ നായകനാക്കി മാർച്ച് മാസം 27 തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന സിനിമയാണല്ലോ L2 എമ്പുരാൻ. ചിത്രത്തിന്റെ ടീസർ ഇന്നലെ വൈകിട്ടോടെ റിലീസായിരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ എക്സ്പെൻസ് ഉള്ള ടീസർ തന്നെയായിരുന്നു എമ്പുരാന്റെ ടീസർ. അതുപോലെ തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ടീസർ ലോഞ്ചിങ്ങുമായിരുന്നു ഇന്നലെ കൊച്ചിയിൽ നടന്നിരുന്നത്. ആശീർവാദ് സിനിമാസിന്റെ 25ാം വാർഷികമായിരുന്നു ഇന്നലെ. നമ്മുടെ മെഗാസ്റ്റാർ അടക്കമുള്ള വിശിഷ്ടാതിഥികളും ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിങ്ങിനായിട്ട് പങ്കെടുത്തിരുന്നു. അങ്ങനെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായ L2 എമ്പുരാൻ എന്ന സിനിമയുടെ ടീസർ ഇപ്പോൾ ഇത് റിലീസായിരിക്കുകയാണ്. എല്ലായിടത്തുനിന്നും ഗംഭീര അഭിപ്രായങ്ങളാണ് ചിത്രത്തിന്റെ ടീസറിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചിത്രത്തിന്റെ ടീസർ വമ്പൻ ട്രെൻഡിങ്ങിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.